യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം. ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ പ്രഖ്യാപനമായിരിക്കണം ഈ തിരുവചനം. ഞാനും എനിക്ക് ദൈവം നൽകിയ മക്കളും കർത്താവിൻ്റെ സഭയിലെ അത്ഭുതങ്ങളും അടയാളങ്ങളുമായിരിക്കും. ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം മനസ്സിലാക്കുവാൻ നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ വേണം. നമ്മൾ തന്നെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരും ഏകകർത്താവായ നമ്മുടെ രക്ഷകനായ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. അതിനുവേണ്ടി നമ്മളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ മക്കളെയും അടയാളങ്ങളും അത്ഭുതങ്ങളുമാക്കി മാറ്റട്ടെ എന്ന് മാറ്റിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കി മാറ്റിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ നിമിഷം വരെ കർത്താവ് നമ്മുടെ കരം പിടിച്ച് നമ്മളെ നടത്തിയതിന് നന്ദി പറയാം. മക്കളെ ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. കുടുംബ സമാധാനം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയാം. യുദ്ധങ്ങൾ ഒഴിവാക്കിയതിന് ദൈവത്തിന് നന്ദി പറയാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സ്വീകരിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഏകകർത്താവുമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.